ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഫുഡ് വിത്ത് ഫാമിലി. ഇന്ന് എൻ്റെ മുഖത്ത് എന്നില്ലാത്ത ഒരു സന്തോഷമുണ്ടല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മൾ നാട്ടിൽ നിന്ന് വരണതിന് മുന്നേ ആണ് കേട്ടോ. നമ്മൾ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി പോകണം. ആദ്യം തന്നെ പെട്രോളൊക്കെ അടിച്ച് ബുള്ളറ്റ് നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നല്ല തണുപ്പത്താണ് കേട്ടോ പോകുന്നത്. ഏതൊക്കെ റോഡിൽ കൂടെയൊക്കെയാണ് പോയത്. എനിക്ക് ഈ വഴിയൊക്കെ ഞാൻ ഇന്ന് ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇതെന്താണ് ഏതാണെന്നൊന്നും പറഞ്ഞു തരാൻ അറിഞ്ഞൂടാ. നമ്മളിങ്ങനെ ഏതൊക്കെ തെങ്ങും തോട്ടം അങ്ങനെ ഇതൊക്കെ കയറി ഇറങ്ങി കുറേ ദൂരം പോയായിരുന്നു കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. രാവിലെ ആയതുകൊണ്ട് നല്ല നിശബ്ദതയായിരുന്നു. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അടിപൊളി ഒരു ട്രിപ്പായിരുന്നു. നമ്മളങ്ങനെ യാത്ര ചെയ്ത് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്നത് ഇന്ന് തേങ്ങാപ്പട്ടണം ഹാർബറിലാണ് കേട്ടോ. നമ്മളിവിടെ നിന്ന് ചേട്ടൻ്റെ ഫ്രണ്ട് നമുക്ക് നല്ല 2 മുഴുത്ത ചൂര വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ നേരെ തന്നെ വന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ തേങ്ങാപ്പട്ടണം ഹാർബറിലേക്ക് പറഞ്ഞത്. ഇത് വന്നിട്ട് നമ്മുടെ മറ്റേ ബോട്ടിലെ ഐസ് കയറ്റുന്നതാണ് കേട്ടോ. ഐസ് കയറ്റാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഇതാ മീൻ, പിന്നെ അങ്ങോട്ട് ചാകര കടപ്പുറത്തിന്നുത്സവമായി എന്ന് പറയുന്ന പോലെ ആയിരുന്നു. അയ്യോ, എനിക്ക് ഏത് മീൻ വാങ്ങണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ തന്നെ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ബോട്ടുണ്ട് കേട്ടോ. ആ ചേട്ടന് സ്വന്തമായിട്ട് ബോട്ടുണ്ട്. അപ്പം നമ്മൾ ബോട്ടിനകത്തേക്ക് കയറി. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനെ മീൻ പിടിക്കാൻ കൊണ്ടുപോകണം ആ ബോട്ടിനകത്ത് ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. ഞാനങ്ങനെ അടിപൊളിയായിട്ട് നമ്മളങ്ങ് കയറി കേട്ടോ. കയറിയപ്പോഴത്തേക്കും ഉള്ളിലൊക്കെ ഭയങ്കര സ്പേസാണ് കേട്ടോ. നമ്മൾ ഈ കാണും പോലെയൊന്നുമല്ല, ഈ ബോട്ടിൻ്റെ ഉള്ളിലോട്ടാണ് കേട്ടോ സ്പേസ്. ഈ മീനെല്ലാം ഇതിനിടയിൽ തന്നെ 11 തട്ട് ഇങ്ങനെ ഉണ്ട്. അതിലെല്ലാം അവർ തിരിച്ച് മീനൊക്കെ കയറ്റിയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഒരു അത്ഭുതം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഫുൾ അതിൻ്റെ അകത്ത് ഡ്രൈവിങ് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടായിരുന്നു. ചേട്ടൻ അറിയാമല്ലോ ബോട്ടിംഗ് ഒക്കെ. അപ്പോൾ എന്നോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ ഞാനിപ്പോൾ എല്ലാം മറന്നു കേട്ടോ. പിന്നെ കുറച്ച് സമയം ചുറ്റി നിന്ന് സെൽഫിയൊക്കെ എടുക്കുകയായിരുന്നു. പിന്നെ അവർ വന്ന ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് അവിടെ ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുൾ അകം എല്ലാം അവർ ക്ലീനിങ് ആയിരുന്നു. അതിനിടയിൽ തന്നെ ഒരുപാട് ബോട്ടുണ്ട് കേട്ടോ. ഒന്നല്ല, ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ അടിങ്ങി കിടക്കണ കാണാൻ നല്ല രസമാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. ഞാൻ പിന്നെ ഫുൾ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പുമായിരുന്നു കേട്ടോ. എനിക്ക് എന്തോ കണ്ട ഒരു സന്തോഷമായിരുന്നു കേട്ടോ. ഭയങ്കര അടിപൊളിയായിരുന്നു. അവരെല്ലാം തകൃതിയായിട്ടുള്ള ജോലിയാണ് കേട്ടോ. അവർക്കിനി ഇത് ഒതുക്കിയിട്ട് വേണം അവർക്കിനി വീട്ടിലേക്ക് പോകാൻ വേണ്ടി. അത് വേണ്ടിയിട്ട് അവർ ബോട്ടെല്ലാം നല്ല വൃത്തിയാക്കുകയും ഒക്കെ ആയിരുന്നു കേട്ടോ. അതിലൊപ്പം തന്നെ അവർ ഫിഷൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിട്ടിയ ഫിഷിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാ പേരും ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുവഴിയാണ് ഇപ്പോൾ കാണിച്ചില്ലേ, ആ ഒരു ഇതുവഴിയാണ് ഐസ് നിറയ്ക്കുന്നത് കേട്ടോ. പിന്നെ അങ്ങോട്ട് മീനെൻ്റെ കളിയായിരുന്നു കേട്ടോ. എന്തെടുക്കണം എന്നൊരു കൺഫ്യൂഷൻ. ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ച ചൂര. ഇതും അതാ താഴെ ഇരിക്കുന്ന 2 എണ്ണവും നമുക്ക് വേണ്ടിയിട്ടുള്ളത്. ഞാൻ അതാണ് അച്ചാറിട്ടിങ് ഇവിടേക്ക് കൊണ്ടുവന്നത് കേട്ടോ. പിന്നെ അത് കട്ട് ചെയ്ത് വാങ്ങിക്കുന്നതിനിടയിൽ തന്നെ ഒരുപാട് പേര് അവിടെ വന്ന് മീൻ ലേലം ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് പോകണമൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ നേരെ വന്നു. ഇത്രയേ ഉള്ളൂ.